ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ആബ്സെൻ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ കാണാൻ സാധിക്കാത്ത ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കാം. പലപ്പോഴും ഇങ്ങനെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലേക്കാണ് നമ്മൾ എടുത്ത് ചാടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ബിക്കോസ് നമ്മുടെ ടൈം ആൻഡ് എനർജി, നമ്മുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ നമുക്ക് പോസിറ്റീവ് ആക്കിയിട്ട് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഏർലി സ്റ്റേജിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എനിവേസ്, ഒരു ബെറ്റർ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കല്ല പോയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിക്കും. സോ അത് ആവശ്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ്, എന്തൊക്കെയാണ് ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സയൻസ് എന്നുള്ളത് നോക്കാം. ഒന്ന്, ആ വ്യക്തിയിൽ നിന്നും കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതാണ് ആദ്യത്തെ സൈൻ. തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് അത്ര ഒതന്റിക് അല്ല, അല്ലെങ്കിൽ അതൊരു ടൈം പാസിംഗ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഒട്ടും ഒരു ബെറ്റർ ഫ്യൂച്ചർ കാണാൻ സാധിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കാൻ, ഈ ഒരു കാര്യം ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെയാണ്. സോ ഒട്ടും കമ്മിറ്റഡ് അല്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തിയും എന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആക്ച്വലി അവർ ആ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊന്നും അവർ പോയിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിലൊന്നും അവർ ആ റിലേഷൻഷിപ്പ് എടുത്തിട്ടില്ല എന്നുള്ളത്. ചെറിയൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷെ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാൻ ഉള്ളത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു കാര്യം. പക്ഷെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാനുള്ള ഒരു ശ്രമം പോലും നടത്തില്ല, അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ലൈക്ക് പേഴ്സണൽ ഇൻഫോർമേഷൻസ് തന്നെ ആയിരിക്കാം, ബട്ട് എന്നിരുന്നാലും അവരെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല. പല കാര്യങ്ങളും ഹൈഡായിട്ടാണ് വെച്ചിട്ടുള്ളത്. കൂടാതെ നിങ്ങളെ കുറിച്ചാണെങ്കിലും ആ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും അത്ര ഒരു സീരിയസ് ആയിട്ടല്ല ആ ഒരു കാര്യം എടുത്തിട്ടുള്ളത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ഇത്തരത്തിലുള്ള ഒരു ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ 0% കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത്. ആക്ച്വലി അതൊരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ കാണാൻ സാധിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതിന്റെ. രണ്ട്, ഒട്ടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയി എടുക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരുപാട് കള്ളങ്ങൾ പറയുന്നു, നുണ പറയുന്നു എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ പലപ്പോഴും സത്യം പറയാതിരിക്കുന്നു, പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു, അവിടെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ആയ റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമതായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ബിക്കോസ് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഒതന്റിക് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കള്ളം പറയേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. സോ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമതായിട്ട് ആ റിലേഷൻഷിപ്പ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് അല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സൈൻ. മൂന്ന്, ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്നും ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കുറെ കൂടി ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ എഫേർട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നെക്സ്റ്റ് സൈൻ. സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എഫേർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും എന്നതിനുപരി ആ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും എഫേർട്ട് എടുക്കേണ്ടി വരും. അത് സിമ്പിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങളെ ഇടയ്ക്ക് കാണുന്നതായിരിക്കാം, അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുന്നതായിരിക്കാം. ഒരുപക്ഷെ ലൈഫിൽ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരിക്കും, വളരെയധികം ബിസി ആയിപ്പോയിരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ആ വ്യക്തി
വ്യക്തിയെ വിളിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അവരൊന്ന് മീറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള എഫേർട്ടുകൾ എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. സോ അങ്ങനെയുള്ള ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ടൈം കണ്ടെത്താതെ, നിങ്ങളെ ഒട്ടും മീറ്റ് ചെയ്യാൻ വരാതെ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യാതൊക്കെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു എഫേർട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ആ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള യാതൊരുവിധ എഫേർട്ടും അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഈ റിലേഷൻഷിപ്പ് ഒരു ബെറ്റർ ഫ്യൂച്ചർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സൈൻ. നെക്സ്റ്റ്, നിങ്ങളോടൊപ്പം ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് അവരെടുക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ അവരത്ര ബിസി ഒന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ സംസാരിക്കാനോ നിങ്ങളെ മീറ്റ് ചെയ്യാനോ ഒക്കെ ടൈം ഉണ്ടായിട്ട് കൂടി അതിന്റെ ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്നും വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് നടത്താൻ അവർ തയ്യാറാകുന്നില്ല. പലപ്പോഴും ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് മീറ്റിംഗ്സ്, അല്ലെങ്കിൽ നിങ്ങളെ കാണാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസരം, അതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതാണ് നെക്സ്റ്റ് ഒരു സൈൻ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെയധികം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആ റിലേഷൻഷിപ്പിന് എപ്പോഴും ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും, അവരോട് നമുക്കൊരു തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സ്പേസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല അവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനും നിങ്ങളെക്കുറിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയാനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അവിടെയുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ ഇത്തരത്തിൽ ഒട്ടും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരുമിച്ചുള്ള ഒരു ടൈം എന്ന് പറയുന്ന ഒരു കാര്യം തീരെയില്ല, ക്വാളിറ്റി ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അത്തരത്തിലുള്ള ഒരു എഫേർട്ട് കാണാനോ സംസാരിക്കാനോ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി യാതൊരുവിധ എഫേർട്ടും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സൈൻ. നെക്സ്റ്റ്, നിങ്ങളുടെ ആ ഒരു മൈൻഡിലുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ലൈക്ക് ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കരിയറിലൊക്കെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഡ്രീംസ് ആൻഡ് ഗോൾസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. സോ അത്തരത്തിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യാതൊരുവിധ സപ്പോർട്ടും നൽകുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എന്തെങ്കിലും ഐഡിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷൻ ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനെയൊക്കെ ഡിസ്കംഫർട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എസ്പെഷ്യലി നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ തള്ളിക്കെട്ടുന്ന രീതിയിലാണ് അവർ കൂടുതലായിട്ടും സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സൈൻ. സോ ഇത്രയും സൈൻസ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ആ റിലേഷൻഷിപ്പ് ഒരു ബെറ്റർ ഫ്യൂച്ചർ നൽകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ എല്ലാം ലാക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആബ്സെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്നും അനുഭവപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് എന്നുള്ളത്. സോ ഒരു ടൈം പാസിംഗ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒട്ടും ഒരു ബെറ്റർ ഫ്യൂച്ചർ നൽകാത്ത ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്